കുറച്ചുകൂടി സെലിബ്രിറ്റി ആയി. കുറച്ചുകൂടെ ബുദ്ധിയൊക്കെ വെച്ചു. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? എങ്ങനെ ബുദ്ധി വെച്ചെന്ന് എങ്ങനെ മനസ്സിലാക്കിയേ? ബുദ്ധി ഇല്ലാത്തവരെ കാണുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ. വേണ്ടായിരുന്നു. അതെന്താ, നിനക്ക് ബുദ്ധി ഇല്ലേ? കഴിഞ്ഞ ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ശേഷം ഇപ്പൊ ബമ്പർശ്ശേരി ഹിറ്റാണ്. എല്ലാം വിധിയുടെ വിളയാട്ടം. തൊടുന്നത് എല്ലാം ഹിറ്റാണ്. ഞാൻ തൊടട്ടെ? പട്ടി ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? പക്ഷെ ഇവിടെ ഭയങ്കര ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു. എന്താ അങ്ങനെ? AC അല്ലേ, കൂളായിട്ട് ഇരിക്കാൻ. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. എന്താ കോൺസെപ്റ്റ്? എന്താ സോൾമേറ്റിനെ കുറിച്ച്? സോൾമേറ്റിനെ കുറിച്ച് ഇങ്ങനെ മുടി സ്ട്രൈറ്റ് ചെയ്ത് ചുമല വെള്ളമൊക്കെ ഇട്ട് പ്രേമത്തിന്റെ ആദ്യചലനങ്ങൾ അവിടെ തുടങ്ങുകയായി. ഇത് ചുമല വെള്ളമൊക്കെ ഇട്ട് മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. എല്ലാരും കൊറിയക്കാരെയല്ലേ ഇഷ്ടം? ഇല്ലില്ല, എനിക്ക് കുറച്ച് ചുരുളമുടി 90s കാര്യമല്ല പറഞ്ഞത്. ചോദിച്ചു മേടിച്ചതാ സാറേ. കാലിലിടാൻ ചെരുപ്പ്, സാമ്പാർ വയ്ക്കാൻ പരിപ്പ്, നിന്നെ കാണുമ്പോ വയറ്റിലൊരു തരിപ്പ്. പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ നിനക്ക് ഈ വാചകങ്ങൾ ഓർമ്മ വരൂ. വയ്ക്കാൻ പരിപ്പ്, നിന്നെ കാണുമ്പോ വയറ്റിലൊരു തരിപ്പ്. വയറ്റിൽ തന്നെ ആണോ? ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. എല്ലാരും പറയാം എന്റെ നോട്ടം ഭയങ്കര പവർഫുൾ ആണ്. എന്താ കണ്ണസുഖമുള്ളു. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. എന്നാലും എങ്ങനെ സ്പോർട്ടിൽ ഈ സാധനം പറയുന്നത്? കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. നമ്മള് ഭംഗിയുള്ളവരുടെ അടുത്തിരിക്കുമ്പോ വരുമല്ലോ. പാടണം. ആ ചേട്ടന് നല്ല ഭംഗിയുണ്ട്. നിന്റെ കാര്യമല്ലടാ. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റി ആയതിനു ശേഷമുള്ള ക്രിസ്മസ്? ഞാൻ മാറിയെന്ന് വെച്ചാൽ ക്രിസ്മസ് മാറത്തില്ലല്ലോ. സമ്മതിക്കില്ലല്ലേ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മുള്ളുകൾ നിറഞ്ഞ സ്ഥലത്ത് നിന്ന് കയറി അവസാനം ഈ പൂവ് പോലെ ഭംഗിയുള്ളതായിട്ട് എത്തുമ്പോ കൂടെ നീ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്നേഹം എനിക്കൊരു വീക്ക്നെസ്സാ. നല്ല വീക്ക് കൊള്ളുമ്പോ മാറും. നിന്റെ റോസാപ്പൂ ആരും പറിക്കാതിരിക്കാൻ ഞാൻ വേണമെങ്കിൽ മുള്ളായിട്ട് കാവൽ നിൽക്കാം. ലാസ്റ്റ് യൂട്യൂബ് സെർച്ച് ഏജ് ഓഫ് മസ്താനി. മണം പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ അമ്മട്ടി മോനെ? എപ്പോഴാ നമ്മള് ഇത് പേഴ്സണലായിട്ട് കാണുന്നത്? ഇതിന്റെ അകത്തായപ്പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇറക്കി വിട്ടേനെ. ഈ കല്യാണം നടക്കൂല, ഫുള്ള് ഉടായ്പ. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമല്ല. ഇനി ഒറ്റ കാര്യമുള്ളൂ, വധുവായി സങ്കല്പിച്ച് ഒരു വാഴയെ താനങ്ങോട്ട് കല്യാണം കഴിക്കുക. എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. അല്ല, നമുക്ക് പോവാം.